ആപ്കി അദാലത്തിൽ നേതാവും അഭിനേതാവുമായ രാജ് ബബ്ബറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. രാജ് സാർ, താങ്കളുടെ സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ താങ്കൾ പറയുന്ന ഒരു ഡയലോഗ്, हम तुम्हें ऐसी मौत देंगे कि लोग कुत्ते को छोड़कर तुम्हारी मौत की मिसाल देना शुरू कर देंगे. പക്ഷേ ഇതുപോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും താങ്കൾക്ക് ദേഷ്യം വരുന്നത് സത്യമാണ്. ഈ ഡയലോഗ് താങ്കളുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയും, ഞാനിപ്പോ നല്ല സ്വഭാവ ഗുണമുള്ളവനായി മാറി. ഞാൻ ഇപ്പോ നിങ്ങൾ ചോദിക്കുന്നോണ്ട് പറയാ, ഇവിടെ പറയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാത്തോണ്ട് ചോദിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ ഒരു പട്ടിയെക്കാളും ക്രൂരമായി കൊല്ലും. ഞാൻ വളരെ പേടിച്ചാ ഇത് പറഞ്ഞത്. ഇനിയിപ്പോ ഇവർ ഈ ക്ലിപ്പിംഗ് തന്നെ നാളെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കാണിക്കും. എപ്പോ നോക്കിയാലും ഈ ക്ലിപ്പിംഗേ വരൂ. രാജ് ബബ്ബർ ഇങ്ങനെ പറഞ്ഞു, ബ്രേക്കിംഗ് ന്യൂസ്, രാജ് ബബ്ബർ ഇങ്ങനെ സംസാരിച്ചു. പക്ഷേ താങ്കളുടെ യഥാർത്ഥ ജീവിതത്തിന്റെ ചില ക്ലിപ്പിംഗ്സ് കാണിക്കാം. താങ്കൾ ഗാസിയാബാദിൽ വോട്ട് ശേഖരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പോലീസുകാരൻ വീഡിയോ എടുത്തു. ആ പോലീസുകാരനെ താങ്കൾ എന്താണ് ചെയ്തതെന്നുള്ള വീഡിയോ ഇപ്പോൾ നമുക്ക് കാണാം. किस लिए रिकॉर्ड करा रहे भाई? बातचीत है, अगर कोई गुनाह है तो बताइए. मैं माइक नहीं है, मैं अपने घर में जो है बात नहीं कर सकता क्या? ये बताइए ना इंस्पेक्टर साहब, मैं पूछना चाह रहा हूँ आपसे. ऐसा है मास्टर जी, हाँ, हम कुछ नहीं कह रहे हैं, आप कर रहे हैं. नहीं आप बड़ा रिकॉर्डिंग कर रहे हैं, फोटोग्राफी कर रहे हैं, आप घर में घुस के कर रहे हैं. मैं पूछना चाहूंगा क्यों कर रहे हैं? ऐसे लोगों को तो बहुत भुगतता हुआ है. और यही लड़ने तो आऊँ कि गुंडागर्दी जो अधिकार जो वहाँ पे अपराध करने वाले उनको तो छेड़ेंगे नहीं. आज दिन गाजियाबाद का नाम बदनाम हो रहा है, टोपी पहन कर वर्दी पहन कर घूम रहे हैं लोग. शर्म नहीं आती है? അത് സത്യമാണ്. എനിക്ക് ദേഷ്യം വന്നു. ഞാനിപ്പോ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ തൊപ്പിയിട്ട ഒരു പോലീസുകാരൻ നമ്മുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് എങ്ങനെയുണ്ടാവും പറയൂ. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, തെറ്റാണ്. അദ്ദേഹം യൂണിഫോമിലായിരുന്നു. അല്ല, ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. കാക്കി ധരിച്ചവരെ നമ്മൾ എന്നും ബഹുമാനിക്കാൻ പഠിക്കണം. ഞാൻ മനസ്സിലായില്ലേ? താങ്കളെ പ്രശംസിക്കുകയാണ്. അതായത് താങ്കൾ തെറ്റ് ചെയ്തത് താങ്കൾ അംഗീകരിച്ചിരിക്കുകയാണ്. അത് വളരെ നല്ല കാര്യമാണ്. ധാരാളം പേർ കോൺഗ്രസ് വർക്കേഴ്സ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. ചന്ദൂരിയിലാണ് ഇത് വന്നത്. സ്റ്റേജിൽ തിരക്ക് കൂടുതലായിരുന്നു. താങ്കൾക്ക് ശരിക്കും ദേഷ്യം വന്നു. താങ്കൾ പറഞ്ഞു, ദയവ് ചെയ്ത് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, കമ്മിറ്റിക്കാരൊക്കെ വേഗം സ്റ്റേജിൽ നിന്ന് ഇറങ്ങ്. മറ്റൊരു സ്ഥലത്തും ഇതുപോലെ സംഭവിച്ചു. ലക്നൌവിലാണ് ഇത് സംഭവിച്ചത്. ധാരാളം മാലകൾ കെട്ടി താങ്കൾ ദേഷ്യം വന്ന് അതെല്ലാം വലിച്ചെറിഞ്ഞു. താങ്കൾക്ക് യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുമോ? അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ മറക്കും. എനിക്കത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ പ്രിയോറിറ്റി എന്താണ്? ഞാൻ വന്ന ഉടനെ എന്നെ മാല അണിയിക്കുന്നു. മാല എന്നെ അണിയിപ്പിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? സമയം കുറവാണ്. അതുകൊണ്ട് സമയം നമ്മൾ നന്നായി ചെലവാക്കണം. ഒരു സ്റ്റേജിൽ എത്ര പേര് കയറും? നോക്കുകയാണെങ്കിൽ എന്റെ കാര്യത്തിലേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ. സ്റ്റേജിൽ കയറല്ലേ, സ്റ്റേജ് പൊളിയെന്ന് പറയുന്നു. അവിടെയുള്ള ലോക്കൽ ആളുകൾ അതൊന്നും ശ്രദ്ധിക്കില്ല. ആദ്യമേ ഒരിക്കൽ എന്റെ കാലൊടിഞ്ഞു. ഇനി എത്ര പ്രാവശ്യം ഓടിക്കണം? താങ്കൾക്ക് സ്റ്റേജിൽ വെച്ച് ദേഷ്യം വന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞങ്ങളുടെ പക്കലുണ്ട്. ആ വീഡിയോ ഇപ്പോൾ താങ്കൾക്ക് കാണിച്ചു തരാം. ദേഷ്യപ്പെട്ട് താങ്കൾ താഴേക്ക് ഇറങ്ങുന്നു.
നിങ്ങൾ തന്നെ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ട? നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. ആയിരക്കണക്കിന് ആളുകൾ താഴെ നിൽക്കുന്നുണ്ടാകും. ഞങ്ങളെപ്പോലെ, അതായത് ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ മുകളിൽ. അവരെല്ലാവരും ഒന്ന് സ്റ്റേജിൽ കയറുന്നു. പക്ഷെ വന്നവരൊക്കെ ടെൻഷനാകുന്നു. അവിടെ വന്നവരെല്ലാം സ്റ്റേജിൽ കയറി നിൽക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാ? നിങ്ങൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് വന്നത്. ഞാൻ താഴെ വന്ന് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണമോ അതേ ഞാൻ ചെയ്തുള്ളൂ. ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണോ ചോദിക്കാം. കൊടുക്കൂ, അവരുടെ കൊടുക്കൂ. സാർ, എന്റെ ചോദ്യം എന്താണെന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് സാർ ഒരു വിഷയത്തെപ്പറ്റി പറഞ്ഞിരുന്നു. ഒരു പാവപ്പെട്ടവന് ഒരു ദിവസം 2 നേരം ആഹാരം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതിന് 28 രൂപ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഇക്കാര്യം പറഞ്ഞതിന് നിങ്ങൾ മാപ്പും പറഞ്ഞു. താങ്കൾ മാപ്പ് പറയേണ്ടി വന്ന ആ കമന്റ് എന്തിനാണ് പറഞ്ഞത് സർ? എനിക്ക് സന്തോഷമുണ്ട് ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതിന്. ഇന്ന് രാജ് ബാബു പിന്നെ നിങ്ങളും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ളവരായിരിക്കാം. ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നില്ല. തറയിൽ നിന്നും വന്നവനാണ്. എൻ്റെ അച്ഛനൊരു ഗുമസ്തനായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. ഞങ്ങൾ ഒരു മുറിയിൽ സർക്കാർ ക്വാർട്ടേഴ്സിലായിരുന്നു ജീവിച്ചത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളയും. എനിക്ക് ഈ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് ഇതും അറിയാം. ഞാൻ എന്തിനെക്കുറിച്ചാണോ സംസാരിച്ചത്? വയറ് നിറയാത്തവരെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ആ 12 രൂപയുടെ കാര്യം വിട്ടേക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുജറാത്തിലെ ആനന്ദ്ഭായ് പട്ടേലിന്റെ ഭരണത്തെ നോക്കൂ. അവരവരുടെ പ്രിൻസിപ്പിൾ പ്രകാരം 10 രൂപയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാവപ്പെട്ടവൻ അവന്റെ ആദർശത്തിൽ, ഞാൻ ഏത് ആദർശത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒഡീസയിൽ പോയി നോക്കൂ. പട്നായക് സാറിന്റെ ഭരണം. അവിടെ പോയി നോക്കിയാൽ ഡൽഹിയിൽ ഒരു മിനിറ്റ് രാജ്ബവർ സാർ, അവർക്ക് വേണ്ടി ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് താങ്കൾ നൽകിയത് ജൂലൈ 25, 2013. അപ്പോൾ മഹാരാഷ്ട്രയിലും കോൺഗ്രസിന്റെ ഭരണമാണ്, അതുപോലെ ഡൽഹിയിലും കോൺഗ്രസിന്റെ ഭരണമാണ്. അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് ഇപ്പോഴും മുംബൈയിൽ 5 രൂപയ്ക്കും 12 രൂപയ്ക്കും ആഹാരം കഴിക്കാമെന്ന്. 12 രൂപയ്ക്ക് വടപാവ് പോലും കിട്ടില്ലല്ലോ. ഞാനിതിന് ഉത്തരം പറയാം. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എവിടെ ഒരിടത്ത് നമ്മൾ മിഡിൽ ക്ലാസ്സിൽ ഉള്ളവരാണ് മിഡിൽ ക്ലാസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എല്ലാ ടെലിവിഷനിലും അദ്ദേഹത്തെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജഡം ദഹിപ്പിക്കാൻ വിറകുകൾ ഇല്ല. അറിയോ? അദ്ദേഹം ഒരു മുള വെച്ച് കെട്ടി അത് വലിച്ചുകൊണ്ടുപോയി. ഒരിക്കൽ മാത്രം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. 7 കിലോമീറ്റർ വലിച്ചുകൊണ്ടുപോയിരിക്കുന്നു. വഴിയിൽ വെച്ച് മീഡിയ ആളുകൾ കണ്ടിരിക്കുന്നു. അവരാണ് ആ ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തത്. അവിടെ എങ്ങനെയുള്ള ഗ്രാമങ്ങളാ ഉള്ളതെന്ന് വെച്ചാൽ, അവിടെ ആരെങ്കിലും മരിച്ചാൽ അവർക്ക് ആ ശവം കൊണ്ടുപോകാൻ പോലും കയ്യിൽ കാശുണ്ടാവില്ല. അവർ ആ ശവത്തിന്റെ എല്ലുകൾ പൊട്ടിക്കും. അവർ കാല് പൊട്ടിക്കും, കൈ പൊട്ടിക്കും, മുട്ടു പൊട്ടിക്കും. എന്നിട്ടെല്ലാം ഒന്നിച്ച് മുളയിൽ കെട്ടി കൊണ്ടുപോകും. ഞാൻ അങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ചാണ് സംസാരിച്ചത്. താങ്കൾ പറയുന്നത് സത്യമാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, പ്ലീസ്. താങ്കൾ പറയുന്നത് അംഗീകരിക്കുകയാണ്. താങ്കൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ കുറിച്ച് പറയുകയാണ്. അത് ഞാൻ അംഗീകരിക്കുകയുമാണ്. പക്ഷേ 12 രൂപയ്ക്ക് ആഹാരം കിട്ടുമ്പോൾ താങ്കൾ എന്തിനാണ് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ കുട്ടികൾ ഇവിടെ വെച്ച് റിയാക്ട് ചെയ്തില്ലേ? കാരണം മിഡിൽ ക്ലാസ്സിലുള്ളവർ ടെലിവിഷനിൽ ഈ സമൂഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് കാണിച്ചില്ലേ? അതായത് ഞാൻ എന്തിനു വേണ്ടി ക്ഷമ ചോദിച്ചു? നിങ്ങളും നിങ്ങളുടെ ജീവിതം വളരെ ഹാർഡ്ഷിപ്പിലാണ് തുടങ്ങിയതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കിത് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ജീവിതം എവിടെ നിന്ന് എവിടെ വരെ എത്തിച്ചിരിക്കുന്നു എന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ടെലിവിഷൻ ചാനൽസ് ഇല്ലേ, അതിൽ ഏത് റെസ്റ്റോറൻറ്റിൽ വടാപാവ് എന്ത് റേറ്റിൽ കിട്ടുമെന്ന് പറയുന്നു. ഞാനിപ്പോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറിയതിന് കാരണം, ഇപ്പോഴും ദാദർ കഴിഞ്ഞ് രാജ് റെസോയ് എന്നൊരു ഹോട്ടലുണ്ട്. അതിനും എനിക്ക് ബന്ധമില്ല. രാജ് റെസോയ് എന്ന് പറഞ്ഞ കടയിൽ അവിടെ ഒരു കുടുംബമുണ്ട്. ഇപ്പോഴും അവർ 12 രൂപയ്ക്കാണ് ഭക്ഷണം നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ വായിൽ അങ്ങനെ വന്നു. എൻ്റെ അളിയൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അങ്ങനെ പറയുന്നു? ഞാൻ മിണ്ടാതിരുന്നു. എനിക്കറിയാം
ഈ വേദന മിഡിൽ ക്ലാസ്സിലുള്ളവർ അനുഭവിച്ചിരിക്കുന്നു. ഞാൻ അതിനെ കളിയാക്കിയിരിക്കുന്നു. സത്യത്തിൽ ഞാൻ കളിയാക്കണമെന്ന് വിചാരിച്ചതല്ല. വിശദമായി പറയണമെങ്കിൽ ഞാൻ ആ വേദന എന്തുകൊണ്ട് 28 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, അതായത് ബിലോ പോവർട്ടി ലൈൻ, അതിനെക്കുറിച്ച് ഞാൻ എന്തിന് സംസാരിച്ചു എന്ന് വെച്ചാൽ, അപ്പ അങ്ങനെ സംസാരിച്ചത് അവർക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് ഭക്ഷണമാണ് പ്രധാനം. അവർ വയറു നിറച്ച് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. റിക്ഷ ഓടിച്ച് കഠിനാധ്വാനം ചെയ്യും. ഞാൻ അവർക്ക് വേണ്ടിയാണ് അങ്ങനെ സംസാരിച്ചത്.